വഖഫ് ബോർഡിൽ RSS പ്രതികളെ നിയമിക്കുന്നു എന്ന് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. കേരള സർക്കാർ ആ ഒരു തീരുമാനം എടുത്തതായിട്ട് നമുക്കറിയില്ല. ആവശ്യമില്ലാത്തൊരു വിവാദം വഖഫ് ബോർഡിൽ RSSനെ നിയമിക്കാൻ വേണ്ടി UDF ശ്രമിക്കുന്നു എന്നതുണ്ടാക്കിയത് തികച്ചും അപലപനീയമാണ്. കാരണം RSSനെ നിയമിക്കുക എന്നൊരു ചർച്ച ഇവിടെ നടന്നിട്ടില്ല. അമുസ്ലിമീങ്ങളെ നിയമിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വഖഫ് ഭേദഗതി ആക്റ്റിൽ പറയുന്നുണ്ട്. അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി എല്ലാ ഗവൺമെൻറ്റുകളും അതിൻ്റേതായ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തും. പക്ഷെ അവിടെ ഒന്നും ഒരു RSSൻ്റെ നിയമനം വന്നിട്ടില്ല. അതിനുള്ള LDF പോലും കഴിഞ്ഞ വിജ്ഞാപനത്തിൽ പറഞ്ഞത് 2 ആളുകളുടെ ഒഴിവിട്ട് കൊണ്ടാണ് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത്. ആ 2 ആളുകളുടെ ഒഴിവിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമ്പോൾ ആക്ടിൻ്റെ 14-ാം ഖണ്ഡികയിൽ പറയുന്ന 2 ആളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ഉടൻ ചെയ്യാം എന്ന് കേരള ഗവൺമെൻറ് അന്ന് പറഞ്ഞതാണ്. അത് ഉടൻ അതിൻ്റെ വിജ്ഞാപനത്തിൽ പൂർത്തീകരിക്കപ്പെടുമെന്നും പറഞ്ഞതാണ്. അത് മുസ്ലിങ്ങളായിരിക്കുമല്ലോ. അതിനൊക്കെ പുറമെ ബഹുമാനപ്പെട്ട വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ K. സംസാദ് സാഹിബും ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദും അവർ പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതിയിൽ പറഞ്ഞ SLPയിൽ പറയുന്നത്, സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ പറയുന്നത്, വഖഫ് ബോർഡിലേക്ക് നിയമിക്കുന്ന 2 ആളുകളെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്റ്റിൽ പറയുന്ന 2 ആളുകളെ, 14-ാം വകുപ്പിൽ പറയുന്ന 2 ആളുകളെ നിയമിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. ആ ഭാഗത്ത് പറയുന്നത്, ആക്റ്റിൽ പറയുന്നത് അമുസ്ലിങ്ങളെ നിയമിക്കണമെന്ന്. അമുസ്ലിങ്ങളെ നിയമിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ നിയമിക്കേണ്ടത് ഞങ്ങളല്ല, കേരള ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ് നിയമിക്കാത്തത് കൊണ്ട് അത് ഒഴിവായി കിടക്കുന്നു. അതുകൊണ്ടൊരു പ്രതിസന്ധി ഉണ്ടാവേണ്ടതില്ല. നിയമിക്കുന്നത് കൊണ്ട് തടസ്സവുമില്ല. അത് അമുസ്ലിങ്ങളാണ് നിയമിക്കുക എന്ന് അവർ സത്യവാങ്മൂലം കൊടുക്കുന്നു സുപ്രീം കോടതിയിൽ. അപ്പോൾ അവർ പറയും അമുസ്ലിമീങ്ങളെ നിയമിക്കുന്നത് തടസ്സമില്ല എന്ന് സുപ്രീം കോടതിയിൽ പറയുകയും വിജ്ഞാപനത്തിൽ കേരള ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം പറയുകയും ചെയ്തിട്ട് കേരള ഗവൺമെൻറ് ഇതുവരെ അമുസ്ലിങ്ങളെ നിയമിക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ സുപ്രീം കോടതിയുടെ തീരുമാനം കാത്തിരിക്കാതെ കേരള സർക്കാരിൻ്റെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാം. ഒരു ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ അതിന് അധികാരമുണ്ട് പുനഃസംഘടിപ്പിക്കാൻ. 24 മണിക്കൂർ പോലും വേണ്ട പുനഃസംഘടിപ്പിക്കാൻ. എന്നിട്ടും സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെയും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കേസുമൊക്കെ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അന്തിമ വിധി വന്നിട്ടില്ല. ആ അന്തിമ വിധി വരട്ടെ. ആ അന്തിമ വിധിക്ക് വേണ്ടി കേരള സർക്കാർ കാത്തിരിക്കുന്നു. എന്നിട്ടും വഖഫ് ബോർഡിന് ഉത്തരവാദിത്തപ്പെട്ടവർ CPMൻ്റെ വേദിയിൽ കയറിക്കൊണ്ട് പറയുന്നത് UDF RSSനെ നിയമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ്. ഇവിടെ രസകരമായിരിക്കുന്നൊരു കാര്യം, സ്വയം കള്ളന്മാർ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് കള്ളനെ തേടുന്ന പ്രഹസനപരമായിരിക്കുന്നൊരു സമീപനമാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അമുസ്ലിങ്ങളെ നിയമിക്കാൻ വേണ്ടിയുള്ള വഴി ഒരുക്കി കൊടുക്കുന്നു. കാരണം പൊടുന്നനെ ധൃതിപ്പെട്ടുകൊണ്ട് കേന്ദ്ര വഖഫ് ഭേദഗതി ആക്ടിനെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുക വഴി ഞങ്ങൾ ആ നിയമത്തെ അംഗീകരിക്കുന്നു എന്നാണ്. എന്നിട്ട് എല്ലാ വലയും വിരിച്ച് എല്ലാ ചതിക്കുഴികളും ഉണ്ടാക്കിയിട്ട് ആരോപണം UDFകാർക്ക് നേരെ നിയമിക്കുന്നു. UDFനെ ആരോപിക്കരുത് എന്നല്ല ഞങ്ങളിത് പറയും. ഞങ്ങൾ സമസ്തയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളിതിൽ ഇടപെടാനുള്ള കാരണം, സമസ്തയുടെ പ്രാതിനിധ്യത്തിൽ വഖഫ് ബോർഡിൽ എത്തപ്പെട്ടവർ പരസ്യമായി സുപ്രീം കോടതിയിൽ ഒന്ന് പറയുന്നു, സുപ്രീം കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് പുറത്തു പറയുന്നു. അതും RSSനെ നിയമിക്കുന്നു എന്ന വലിയൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്നു. അത് അപലപനീയമാണ്. അത് പാടില്ലാത്തതായത് പച്ചക്കളവ് ആ രീതിയിൽ പറയരുത്. അതുപോലെ ഞങ്ങൾ നിയമിച്ചോളാം അല്ലെങ്കിൽ നിയമിക്കുന്ന ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റും ഇടതുപക്ഷ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരും പറയുമ്പോൾ അമുസ്ലിങ്ങളാണ്, അത് RSSകാരായിരിക്കില്ല എന്ന് അവർക്ക് എന്താണ് ഉറപ്പ്? UDF നിയമിക്കുമ്പോൾ അത് RSS ആകുമെന്നെന്താണ് ഉറപ്പ്? എന്തിനാണ് ഇതിൽ RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്നത്? കന്നിയല്ല. പിന്നെ ഷോൺ ജോർജ് എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന് കൊടുത്ത പരാതി, ആ പരാതി തള്ളിക്കളയണമെന്നാണ് കേരള ഗവൺമെൻറ് കേരള ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു നിലക്കും അംഗീകരിക്കാത്ത UDFനെ ആവശ്യമില്ലാത്ത വിഷയത്തിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് സമസ്തയുടെ പേരിൽ രാഷ്ട്രീയപരമായ ചില ആളുകളുടെ ചട്ടുകമായി മാറുന്ന പ്രവണത നന്നായില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട ബഹുമാന്യനായ ഒരു പണ്ഡിതൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുണ്ടായത് സമസ്തക്ക് ഡാമേജ് ഉണ്ടാക്കി, സമസ്തയുടെ സൽപ്പേരിന് അതിൻ്റെ വൃത്തിക്ക് കളങ്കമുണ്ടാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതിന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളണമെന്ന്.
ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ വിശദീകരിക്കുന്ന ഗവൺമെൻറ് വിശദീകരിക്കും. പക്ഷേ ഇതിലുണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് CPM-ഉം സമസ്തയുടെ പ്രാതിനിധ്യത്തിലുള്ള വഖഫ് ബോർഡ് മെമ്പറും ഉണ്ടാക്കുന്ന ഈ പ്രോപ്പഗണ്ട, ഈ തെറ്റായ പ്രചരണത്തെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ദൂരീകരിക്കപ്പെടണമെന്നതുകൊണ്ട് ഈ വരുന്ന 11-ാം തീയതി, സെപ്റ്റംബർ 11-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് മലപ്പുറത്ത് വിപുലമായ വഖഫ് ബോർഡ് വിശദീകരണ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ബഹുമാനീയനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ, സംഘാടക സമിതിയുടെ ചെയർമാൻ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവിടെ അധ്യക്ഷം വഹിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കപ്പെടും. 11-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടൊരു പരസ്യമായ ഈ വിശദീകരണത്തിന് സംഘാടക സമിതി നിർബന്ധിതരായിരിക്കുകയാണ്. സമസ്തയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ കീഴടങ്ങളുടെയോ അല്ല, ആവശ്യമാണ് എന്നതുകൊണ്ടൊരു വിശദീകരണം ബോധ്യപ്പെട്ടതിനാലാണ് ഒരു സംഘാടക സമിതി ഉണ്ടാക്കിക്കൊണ്ട് മലപ്പുറത്തിൻ്റെ വിശദീകരണം നടക്കുന്നത്. 11-ാം തീയതി ഞങ്ങൾ വിശദീകരിക്കും. വഖഫ് ബോർഡിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ വിശദീകരണം. അല്ല, ഞങ്ങൾ പറയുന്നത് ഉമർ ഫൈസി നടത്തിയിട്ടുള്ള പരാമർശം സമസ്തയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ടവർ വഖഫ് ബോർഡിലെ പ്രതിനിധിയാകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ചയാണ് ഞങ്ങൾ ബോധ്യപ്പെടുന്നത്. അത് പരസ്യമായിട്ട് ഒരു കളവ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട്. അത് സമസ്ത ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് സമസ്തയുടെ മുഷാവറ അതിൻ്റെ ക്ലിയർ വരുത്തട്ടെ എന്ന നിലക്കാണ് ഞങ്ങൾ മുഷാവറക്ക് മുമ്പാകെ പറയുന്നത്. CPM നടത്തിയിട്ടുള്ള ദുരാരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. രണ്ടും രണ്ടായിട്ട് തന്നെ. അല്ലല്ല, ഇതിൽ രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്നില്ലല്ലോ. ഞങ്ങളെ തിരുത്തണമെന്ന് പറയുന്നത് ഞങ്ങളാണല്ലോ. സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഘടകങ്ങളുടെ നേതാക്കന്മാരാണ് സമസ്ത മുഷാവറയുടെ മുമ്പിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് പറയാനുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ടല്ലോ. അത് പറയുന്നു, അത് സമസ്ത തീരുമാനമെടുക്കും. അത് ഉമർ ഫൈസിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട പൊതുയോഗം അല്ലല്ലോ. അത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി CPM-ന്റെ പ്രോപ്പഗണ്ടക്ക് മറുപടി പറയാൻ വേണ്ടി കൂടിയാണ് ആ വിശദീകരണ സമ്മേളനം. അവിടെ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പങ്കെടുക്കുന്നത് കൊണ്ട് എന്താണ് അസാങ്കത്യം? സ്വാഭാവികമാണല്ലോ. അല്ലല്ല, CPM തെറ്റാണല്ലോ പ്രചരിപ്പിച്ചത്. ആ തെറ്റിനെ തിരുത്തി കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിക്കൊണ്ടും അതിൻ്റെ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ബാധ്യതയുണ്ടല്ലോ. അതേ ഞങ്ങൾ വിളിക്കുന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടകനായി ഞങ്ങൾ വിളിച്ചതാണ്. അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നു. മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്നതല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംഘടിപ്പിക്കുന്നതല്ല. സംഘാടക സമിതിയായി ഞങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയിലെ ഗസ്റ്റായി, ഒരു പ്രഭാഷകനായി അല്ലെങ്കിൽ ഉദ്ഘാടകനായി അദ്ദേഹം വരുന്നു. കോൺഗ്രസിൻ്റെ പ്രതിനിധി അതിൽ പങ്കെടുക്കും. ഇനി മറ്റു സംഘാടകർ സമിതി മറ്റന്നാൾ ചേരുകയാണ്. മറ്റുള്ളവരെ ഞങ്ങൾ ക്ഷണിക്കും. ഞങ്ങളുടെ ഒരു ഗസ്റ്റ് ആയിക്കൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നു. അതിന് പരിഹാരം കാണേണ്ടത് സമസ്ത മുഷാവറയാണല്ലോ. മുഷാവറയുടെ മുമ്പാകെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷ, ഞങ്ങൾക്ക് പറയാവുന്ന അവസാന വാക്കും സമസ്ത മുഷാവറയിലാണ്. മുഷാവറ അതിൻ്റെ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു നിരാശ ഞങ്ങൾ കാര്യത്തിലില്ല. സമസ്ത മൗനം പാലിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിൽക്കും.